100 വർഷത്തെ സമസ്തയുടെ ചരിത്രം പരസ്പര പൂരകമാം വിധം മുസ്ലിം ലീഗിൻ്റെയും കൂടി ചരിത്രമാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഭരണപരമായ സംരക്ഷണവും അതിൻ്റെ പ്രവർത്തകർ മഹല്ലുകളിൽ വരെ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ തന്നെ സംരക്ഷണം, നടത്തിപ്പ് ചുമതല അടക്കമുള്ളവയാണ് ഇതിനെ ചേർത്ത് നിർത്തിയതെന്നും ഏറ്റവും നിർണായകമായ സംഘർഷ നിമിഷങ്ങളിലൊക്കെ ഇഴതിരിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ചേർന്ന് ലയിച്ചു പോയ ഒരു ആത്മീയ സമന്വയമായിരുന്നു ഈ സമസ്ത ലീഗ് ബന്ധമെന്നുള്ളത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. എന്നാൽ ഇപ്പോൾ ചിലർക്ക് ഇത് ചേർന്ന് പോകരുത് എന്ന് എല്ലാ അർത്ഥത്തിലും. പണ്ട് ചില കള്ളന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ കേരളക്കരയിൽ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഈ കള്ളന്മാർ കയറുമത്രേ. അങ്ങനെ അവരെ തൊണ്ടി സഹിതം തന്നെ പിടിക്കപ്പെട്ടാലും പിറ്റത്തെ ദിവസവും ഇതേ കള്ളന്മാർ കയറും. കാരണം അവർക്ക് ഈ കളവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. കാരണം അവർക്കന്ന് തൊഴിലില്ല, മറ്റു മാർഗങ്ങളൊന്നും ജീവിക്കാനില്ല. ഇതേ ഒരു അവസ്ഥയിലേക്കാണ് ഈ ആധുനിക കാലഘട്ടത്തിലും ഈ അനിൽ അണ്ണന്മാർ പുതിയ കുപ്പായം തയ്ച്ചു കൊണ്ടുവരുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു കളവ് കയ്യോടെ തൊണ്ടി സഹിതം പിടിച്ചതാണ്. അതായത് സൽമാൻ അസരിയുടെ ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് പ്രസംഗിച്ച പ്രസംഗം. അത് എലക്ഷനിലാണ് ജബ്ബാറാജിക്കെതിരെയാണ്, കല്ലായിക്കെതിരെ പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. അത് ജബ്ബാറാജിക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ കയറ്റി. അത് കയ്യോടെ പിടിക്കപ്പെട്ടു. പക്ഷേ അതിനെക്കുറിച്ച് കാമ എന്ന് മറുപടി പറയാതെ വീണ്ടും ഇയാൾ കക്കാൻ കയറിയിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ. പണ്ടൊക്കെ മറുപടി പറയാൻ ശ്രമിച്ചിരുന്നു, ഇന്ന് മറുപടി പറയാനുള്ള ത്രാണി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അനിലിൻ്റെ. എന്നിട്ടിപ്പോൾ 77 വയസ്സായ മുസ്ലിം ലീഗിൻ്റെയും 100 വയസ്സായ സമസ്തയുടെയും ഇഴപിരിയാത്ത ബന്ധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അനിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും സമന്വയിച്ചു പോകാനും ധാരണയിൽ പോകാനും പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും മുന്നോട്ട് പോകാനും ഉണ്ടായ സാഹചര്യങ്ങളും അതിന് കൃത്യമായ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഈ അനിലണ്ണന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ പരസ്പര സൗഹൃദത്തോടു കൂടെ തന്നെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ചില ആളുകൾ ഇതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അനിലണ്ണൻ പറഞ്ഞതുപോലെ ചില ആളുകൾ അതിന് കച്ചകെട്ടി തന്നെ ഇറങ്ങിയതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുളത്തിനോട് പിണങ്ങി കഴുകാതെ പോയാൽ നാറുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന മട്ടിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. ആ ആത്മീയ പ്രസ്ഥാനത്തോട് പിണങ്ങി നിന്നാൽ, അതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയാൻ സാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര ബഹുജന പങ്കാളിത്തത്തോടുകൂടെ അതിവിപുലമായി പ്രൗഢമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. പല രാഷ്ട്രീയ പ്രമുഖരും മതനേതാക്കളും അതിൽ പങ്കെടുത്ത് പ്രൗഢമായി. പക്ഷേ ചില ആളുകൾ ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ചാനലുകളിലും മറ്റുമൊക്കെ ഇതൊന്ന് വിവാദമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ വാർത്ത എല്ലാവരിലേക്കും എത്തുകയും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയാതെ പോകുമായിരുന്ന ഈ ഒരു സംഭവം എല്ലാവരിലേക്കും കുറച്ചുകൂടി വൈഡായ ആളുകളിലേക്ക് എത്താൻ അത് കാരണമായി എന്നല്ലാതെ ഈ മുടക്കികൾക്ക് അല്ലെങ്കിൽ ഈ മാറി നിൽക്കൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഈ ബഹിഷ്കരണ കമ്മിറ്റിക്ക് യാതൊരു മെച്ചവും അതുകൊണ്ടുണ്ടായില്ല എന്ന് മാത്രമല്ല അവർ മുഖം കെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില ആളുകളെ പരിഗണിച്ചില്ല, ചിലയിടത്ത് പോയില്ല എന്നുള്ള കഥകളൊക്കെയാണ് അനിൽ പറയുന്നത്. ഈ സുഹാബികൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നത് സ്ക്രിപ്റ്റ് തെറ്റാതെ അയാൾ വായിക്കുന്നുണ്ട്. അവ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വക്രീകരിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അതായത് സുഹാബികളുടെ അതേ ഭാഷയിൽ ആ ഗ്രൂപ്പിൽ എന്താണോ വരുന്നത്, അവരുടെ ഗ്രൂപ്പുകളിലൂടെ എന്താണോ പ്രചരിപ്പിക്കുന്നത്, അത് അങ്ങനെ തന്നെ വായിച്ചുകൊണ്ടാണ് അനിൽ മുഹമ്മദും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. അതൊക്കെ വേറെ ഒരു സൂക്കേടാണ്. കുഞ്ഞാലിക്കുട്ടി അത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കയറിട്ട് പിടിച്ചോണ്ടിരാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. അതൊന്നും അല്ല, അത് വേറൊരു സൂക്കടാണ്.
ആ സോക്കട് തല ഉള്ള കാലം ജലദോഷം മാറൂല എന്ന് പറഞ്ഞ മാതിരി അത് ഈ തട്ടുന്ന് മാറാൻ പോകും. തലയുള്ള കാലം ജലദോഷം മാറൂല എന്ന് പറഞ്ഞതുപോലെ അത് ഈ തട്ടുന്ന് മാറാൻ പോകുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുന്നേറ്റവും അതിൻ്റെ കുതിപ്പും അതിൻ്റെ പ്രശസ്തിയും അതിൻ്റെ പ്രയാണവും ഒക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഈ ജലദോഷം മാറുകയേ ഇല്ല. അതാണിവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ബഹിഷ്കരിച്ചിട്ടും മറ്റുമൊക്കെ സ്വയം തന്നെ എരപ്പാവുകയും സ്വയം തന്നെ ഇല്ലാതെയാവുകയും സ്വയം തന്നെ വഷളാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാണക്കാട് തങ്ങന്മാർ ബഹിഷ്കരിച്ചു എന്ന രീതിയിലാണ് വാർത്ത കൊടുത്തത്. എന്നാൽ ആ പാണക്കാട് നിന്ന് തന്നെ ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അതും സമസ്തയുടെ അംഗമായിരുന്ന, കേന്ദ്ര മുശാവറ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോൻ, ആ പാണക്കാട് കുടുംബത്തിൽ നിന്ന് പങ്കെടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ആർക്കൊക്കെ കൊടുക്കേണ്ടവർക്ക് ഇതിൽ മാറി നിന്നവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. വാർത്ത കൃത്യമായിട്ടത് വിലയിരുത്തുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലും സമസ്ത വേദിയിലെത്തി പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ കന്യാകുമാരിയിലെ ഉദ്ഘാടന ചടങ്ങിലാണ് മൊയ്ൻ അലി തങ്ങൾ പങ്കെടുത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാവ് ജിഫ്രി തങ്ങളെന്ന് മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞു. മൊയ്ൻ അലി തങ്ങൾ പല ഘട്ടങ്ങളിൽ സമസ്ത അനുകൂലമായ ലീഗിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് പണ്ട് ഹൈദരലി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും സമസ്തയുടെ ഒരു യോഗം ആ ദിവസം വന്നാൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരാളായിരുന്നു ഹൈദരലി തങ്ങൾ. ഒരുപക്ഷെ അതിൻ്റെ പാത എന്നോണം പിന്തുടർന്നായിരിക്കാം ഈ മൊയ്ൻ അലി തങ്ങൾ ഇങ്ങനെ ഈ പരിപാടിയിൽ ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലും ഈ പരിപാടിയിലേക്ക് മൊയ്ൻ അലി തങ്ങൾ എത്തിയത്. മാത്രവുമല്ല, അദ്ദേഹം രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലും അതൊക്കെ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഒരു വരവ് വന്നിട്ടുണ്ട്. കന്യാകുമാരിയിലെ പ്രൗഢമായ വേദിയിലേക്ക് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ കടന്നു വരുമ്പോൾ സദസ്സ് അവരെ വരവേറ്റത് തക്ബീർ ധ്വനികളുടെ ആരവങ്ങളോടെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും തക്ബീർ ധ്വനികളുടെ ആരവത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. അതിലൊക്കെ കൃത്യമായൊരു സന്ദേശമുണ്ട്. ഹൈദർലി ശിഹാബ് തങ്ങളുടെ വഴിയിൽ സമസ്തക്ക് ശക്തി പകരാൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങളെപ്പോലുള്ള ആൺകുട്ടികൾ ഇന്നും കൊടപ്പനക്കൽ തറവാട്ടിൽ ശേഷിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സന്ദേശം മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിന് കൈമാറുകയുണ്ടായി. ഈ ഒരു സന്ദേശം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയും പാണക്കാട് കുടുംബവും മുന്നോട്ട് പോകും ഇൻഷാ അള്ളാ. ഇൻഷാ അള്ളാ ഈ ബഹിഷ്കരിച്ചു എന്ന് ചാനലുകൾ പറഞ്ഞ ആളുകളൊക്കെ തന്നെ സമസ്തയുടെ ഈ ശതാബ്ദി സന്ദേശയാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കപ്പലിൽ കയറുന്ന കാഴ്ച നിങ്ങൾക്ക് അതിവിദൂരമല്ലാതെ കാണാൻ സാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.